കൊഞ്ചുവാ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കാണുന്നത്. കുറച്ച് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ പിന്നെ എനിക്ക് ഇടാൻ പറ്റാറില്ല. വ്ളോഗിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. പിന്നെ ഇത്തവണ ഷോർട്സിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വന്നിട്ട് അധികം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സൗകര്യം കുറച്ചൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴാണെങ്കിലും ഉള്ള സൗകര്യത്തിലൊക്കെ വെച്ചിട്ടാണ് ഒരു 10-20 വീഡിയോസ് ഇട്ടത് ഒരു 3-4 മാസം കൊണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. നമ്മൾ 3-4 മണിക്കൂർ അടുക്കളയിൽ നിന്നുള്ള കുക്കിംഗ് ആകും. എല്ലാവരും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കാരണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജിമ്മിൽ പോകണമെന്ന് തീരുമാനിച്ചിട്ട് അതിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ജപ്പാനിൽ വെച്ച് വീഡിയോ ഇടുമ്പോൾ നല്ല സൈലൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാക്കിൽ കൂടെ പോയിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്ന് സെറ്റായി വരണ്ടേ, അതിനുള്ള സമയമാണ്. പിന്നെ ഇത്തവണ വന്നപ്പോഴാണെങ്കിലും കുറേ റീസൺസ് ഉണ്ടായിരുന്നു വരാനായിട്ട്. ഒന്നാമത് ഓണത്തിന് വരണം തീരുമാനിച്ചിരുന്നു. പിന്നെ വർക്ക് കുറച്ച് ഹെവിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഈ വരുന്നതിന് 2 ആഴ്ച ഞാൻ വീഡിയോസൊന്നും ഇടാതെ പെട്ടെന്ന് വരുന്ന വീഡിയോ ഒക്കെ ഇട്ടത്. കാരണം ഒത്തിരി ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പം എന്നോട് നേരിട്ട് കാണുമ്പോൾ പലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് പെട്ടെന്ന് വന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു. ഞാൻ കുറേ പേരോടൊക്കെ പറയാറുണ്ട്. പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീടും കാര്യങ്ങളും ഇന്നത്തെ പണി ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ആദ്യം ഹാളിലേക്ക് കയറുന്നു. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അതൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒരു കട്ടിൽ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ റൂം. ഇപ്പോൾ മോളിൽ നിന്ന് എടുത്തിട്ട കട്ടിലാണ്. ഒരു ചെറിയ കട്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ പെട്ടി ഇവിടെ ബർത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ റൂം കേട്ടോ. പഴയ വീടാണ്, 2005 ആ സമയത്തുള്ള വീടാണ്. പിന്നെ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. ഇതാണ് അനിയൻ്റെ റൂം. ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ചെറിയ റൂമുകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പുതിയ വീടും ഒക്കെ സെറ്റപ്പൊന്നും അല്ല. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. ഇവിടെ നേരത്തെ ടോയ്ലറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ അത് മാറ്റി ഞങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ അടുക്കള. ഇതിലെല്ലാം അത്യാവശ്യം നിറഞ്ഞ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയൊന്നും കാണിക്കാനേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വേണം ഒന്ന് നല്ല കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ജസ്റ്റ് അവിടെ എത്തിയതുകൊണ്ട് അവിടെ നിന്നും ഇടാൻ പറ്റുന്നില്ല, ഇവിടെ നിന്നും ഇടാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയായി. എന്തായാലും ഇതാണ്, ഇവിടെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന മെയിൻ സ്ഥലങ്ങൾ. കണ്ടോ, ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മുഷിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയല്ലല്ലോ വീഡിയോസ് എടുക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടൊക്കെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് വീഡിയോസ് എല്ലാം നമുക്ക് നന്നായിട്ട് വരണമെന്നല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. എല്ലാ ക്രിയേറ്റേഴ്സിനും അങ്ങനെയായിരിക്കും. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, ഫ്രെയിംസൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ പിന്നെ ഇവിടെ ഇതൊരു പണ്ടൊരു മുറിയായിരുന്നു. പിന്നെ അങ്ങോട്ട് കൂട്ടിയെടുത്തതാണ്. ഇതായിരുന്നു ചേച്ചിയുടെയൊക്കെ റൂം. ഇത് കുറച്ചെങ്കിലും വലിപ്പമുള്ള റൂമാണ്. എന്നാലും ഒരു റൂമിൻ്റെ ഒരു കറക്റ്റ് സൈസോ കാര്യങ്ങളൊന്നും അല്ല. എന്നാലും കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയപ്പോഴാണ് ഒരു അലമാരി കിടക്കുമ്പോൾ തന്നെ കണ്ടില്ല ഇത്ര സ്ഥലമൊക്കെ ഉള്ളൂ. അങ്ങനെ കണ്ടോ, ഇത് കൂട്ടിയെടുത്തതായതുകൊണ്ട് ആ ബെർത്ത് കണ്ടോ, പുറത്തേക്ക് ഉണ്ടായിരുന്ന ബെർത്ത്. അപ്പം അങ്ങനെ ഉള്ള ചെറിയ സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഓരോ വീഡിയോസും ഹോം ടൂറും എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഞങ്ങളുടെ സിറ്റ് ഔട്ട് ഇവിടെ നോക്കിയാലും കണ്ടില്ലേ, മുമ്പിലൊരു വീടുണ്ട്. അവിടെ പിന്നെ ഇങ്ങനെ കുറേ കാട് പിടിച്ചൊക്കെ കിടക്കണം. അവിടെ താമസമൊന്നുമില്ല. ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. അമ്മ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. മാസ്ക് പോയല്ലോ, പൊടി അടിക്കില്ലേ. നമ്മൾ പണ്ട് എല്ലാം അടുപ്പിലല്ലേ വെച്ചോണ്ടിരുന്നത്. അമ്മയ്ക്ക് ഗ്യാസ് കത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് നമ്മളായിരിക്കും കേരളത്തിലെ ഏറ്റവും ലാസ്റ്റ് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ അല്ലേ. കാരണം അമ്മയ്ക്ക് അപ്പം ഇപ്പോഴും പേടിയാണ്. ഇപ്പോഴും ഗ്യാസ് കത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ആയിരുന്നു ഗ്യാസ് സ്റ്റവ് വെച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും തുമ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അങ്ങനെയാണ് അമ്മ ഗ്യാസ് കത്തിക്കണേ. മിക്കവാറും അമ്മയ്ക്ക് കുറേ ട്രോള് കിട്ടും അമ്മയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതൊക്കെ കണ്ടിട്ട് അല്ലേ. അതൊക്കെ നേരിടാൻ റെഡി ആയിക്കോ. ഡെയിലി വീഡിയോസ് ഇടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ അതാണ്. പിന്നെ പുറകുവശം ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് പോവും. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അത് കാണിച്ചില്ല. പിന്നെ അപ്പുറേ ചേച്ചിയുടെ റൂമില്ലേ, അത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ.
ഇതൊക്കെയാണെങ്കിൽ നന്നാക്കിയിട്ട് ഞങ്ങൾ തന്നെ വല്ല വാടകയ്ക്ക് കൊടുക്കണമെന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഫ്രിഡ്ജൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നല്ലോ കഴിഞ്ഞ തവണ, അപ്പം അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് കണ്ടു. ഇനിയിപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് 1-2 കാര്യങ്ങളോടെ പറയണം. സൗകര്യങ്ങൾ കൊണ്ടുള്ള ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ മാറുന്നത്. നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പൊതുവേ കുറച്ച് മടിയൊക്കെയാണ്. ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ വെള്ളം ഊശുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ മടിയും കാര്യങ്ങളും പിന്നെ ആട്ടെ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് വീഡിയോസൊക്കെ വൈകുന്നത്. പിന്നെ നമുക്ക് എല്ലാ പേഴ്സണൽ കാര്യങ്ങളും വീഡിയോയിൽ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ്. ഇപ്പം നിങ്ങൾ കുറേ ഓഡിയൻസ് തോന്നുന്നുണ്ടായിരിക്കും എല്ലാം നിങ്ങളുമായിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നിങ്ങളെ ധരിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞിട്ട് അത് മേടിച്ചു, ഇത് മേടിച്ചു, നിങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്തു അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്നും അത്ര ഓപ്പണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെന്ത് ഞങ്ങൾ ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും എങ്ങനെ ഞങ്ങളെ കാണണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ്, ആ ഒരു ബോധത്തോടു കൂടിയാണ് ആളുകൾ വീഡിയോസ് ഇടുന്നത്. ഇപ്പം ഞാൻ എങ്ങനെ എന്നെ നിങ്ങൾ കാണണം എന്നുള്ള രീതിയിലനുസരിച്ചാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വിസ തട്ടിപ്പിൻ്റെ കാര്യങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞ് അതിനൊരു അവബോധം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുള്ളൂ. നമ്മൾ വ്യൂസിന് വേണ്ടി ചെയ്യുന്നു, അതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ചർച്ച ചെയ്യാത്തത് കേട്ടോ. അപ്പം പണ്ട് ലൈവ് സ്റ്റോറി പാർട്ട് 2 ഒക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെയൊന്നും നിന്ന് ഇത്ര നേരം നിന്നൊന്ന് സംസാരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ വ്ലോഗ്, ഷോർട്ട്, ലൈവൊക്കെ ഒത്തിരി ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, നല്ല അവസരങ്ങൾ കിട്ടുന്നില്ല. നമുക്ക് എന്തും യൂട്യൂബിൽ വന്ന് വിളിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം പറയുന്നതിൽ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അളന്നും മുറിച്ചും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുപോലും പറയാൻ നമുക്ക് സമ്മതിക്കുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാം നഷ്ടം നമുക്ക് തന്നെയാണ് കേട്ടോ. കാരണം എനിക്കാണ് അതിൻ്റെ എല്ലാം നഷ്ടം. കാരണം നമുക്ക് റവന്യൂ ഇതാവില്ല, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് പലരിലേക്ക് എത്തിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല ഇത് എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, എങ്ങനെയാണ് നമ്മളെ ആളുകൾ അറിയപ്പെടേണ്ടത്, നമുക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടണം. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ പോയി അവിടെ നിന്നൊക്കെ വീഡിയോസ് ചെയ്താലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുള്ള. ഇൻഫ്ലുവൻസർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും, പലരെയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാനാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കമൻറ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് നമ്മൾ ചേഞ്ചായി വരണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ വിസ തട്ടിപ്പിനെ പറ്റിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. അത്രത്തോളം മടുത്തു. കാരണം ഒരുപാട് മെസ്സേജുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇൻബോക്സിൽ ഒത്തിരി കോളുകൾ വരാറുണ്ട്. കോളുകൾ വരുമല്ല, കോൾ ഞാൻ എടുക്കാറില്ല, തിരിച്ച് വിളിക്കാറാണ് പതിവ്. ആവശ്യം തോന്നുന്നതൊക്കെ തിരിച്ച് വിളിച്ച് സംസാരിക്കാറാണ് പതിവ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ചാനൽ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല. അപ്പം ഇനിയിപ്പം ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഡെയിലി ഷോർട്സൊക്കെ ഇടാമെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.